ഓക്കെ. തൈമസ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺ ഐ ടോൾഡ് യു തൈമോസിൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന 2 തരം സെൽസാണ് ടി സെല്ലുകളും ബി സെല്ലുകളും, ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. ഇതിൽ ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്ന രക്തകോശങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നത് തൈമസ് ഗ്ലാൻഡിൽ വെച്ചിട്ടാണ്. ഓക്കെ. ഇത് പ്രായമുള്ളവരിൽ വയസ്സായി കഴിഞ്ഞാൽ തൈമസ് ഗ്ലാൻഡ് ലോപിച്ച് ചുരുങ്ങി ചെറുതാവും. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവരിൽ സെല്ലുകളുടെ മെച്ചുറേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാൻ അതാണ് കാരണം. അതുകൊണ്ട് തന്നെ ഈ ഹോർമോണിനെ ജുവനൈൽ ഹോർമോൺ എന്ന് പറയും, യുവത്വ ഹോർമോൺ എന്നൊക്കെയാണ് പറയുക. കാരണം കുട്ടികളിലും യുവാക്കളിലാണ് നന്നായിട്ടുണ്ടാവുക തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഈസ് ഡീജനറേറ്റഡ് in old individuals, I told you. So production of thymosin decreases. As a result, immune response of the old persons become weak. Then adrenal gland തന്നെ കിഡ്നിയുടെ മുകളിൽ തൊപ്പി പോലെ കിടക്കുന്ന ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. 2 parts ഉണ്ട്. അഡ്രിനൽ കോർട്ടെക്സ് പുറം ഭാഗം, അഡ്രിനൽ മെഡുല ഉൾവശം. അഡ്രിനൽ കോർട്ടെക്സിന് 3 ലെയേഴ്സ് ഉണ്ട്. അഡ്രിനൽ കോർട്ടെക്സിൻ്റെ പുറം ഭാഗത്തെ സോണ ഗ്ലോമറുലോസ, മിഡിൽ ഭാഗത്തെ സോണ ഫെസിക്കുലേറ്റ, ഉൾഭാഗത്തെ സോണ റെറ്റിക്കുലാരിസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് കോർട്ടിക്കോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോണുകളാണ് അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോർട്ടിക്കോയിഡ് ഹോർമോൺസ് 3 എണ്ണമാണ് അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, മിനറലോ കോർട്ടിക്കോയിഡ്, ദെൻ ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ് അല്ലെങ്കിൽ സെക്സോ കോർട്ടിക്കോയിഡ്. ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ് അല്ലെങ്കിൽ സെക്സോ കോർട്ടിക്കോയിഡ്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ഗ്ലൂക്കോസ് മെറ്റബോളിസമായി സഹായിക്കുന്നു. മിനറലോ കോർട്ടിക്കോയിഡ് മിനറലുകളുടെ മെറ്റബോളിസമായിട്ട് സഹായിക്കുന്നു. മറ്റത് സെക്സോ കോർട്ടിക്കോയിഡ് അല്ലെങ്കിൽ ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ് സെക്സ് ഗ്രോത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. മിനറലോ കോർട്ടിക്കോയിഡ് അത് നല്ല എക്സാമ്പിളാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ. ഇതൊക്കെയാണ് അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. ഈ 3 ഹോർമോണുകളുടെ പേരാണ് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും. അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിൻ്റെ അത്രയും ഡീറ്റെയിൽസ് പോകണമെന്നില്ല. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ഐ ടോൾഡ് യു ഗ്ലൂക്കോസ് മെറ്റബോളിസം. കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. ദെൻ മിനറലോ കോർട്ടിക്കോയിഡ് ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ മിനറൽസിൻ്റെ മെറ്റബോളിസം, സോഡിയം പൊട്ടാസ്യം പോലുള്ള ഹോർമോണുകൾ. ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ് അല്ലെങ്കിൽ സെക്സോ കോർട്ടിക്കോയിഡ്സ് ആക്സിയൽ ഹെയർസ്, പ്യൂബിക് ഹെയർസ് ആൻഡ് ഫേഷ്യൽ ഹെയർസ് ഇതൊക്കെ കൗമാരപ്രായത്തിൽ വളരുന്നതിനൊക്കെ സഹായിക്കുന്ന ഹോർമോണുകളാണ് ഈ അഡ്രിനൽ കോർട്ടെക്സ്. പ്രത്യേകിച്ചും റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ. അഡ്രിനൽ കോർട്ടെക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അഡിസൺസ് ഡിസീസ് ഉണ്ടാവും. അഡ്രിനൽ കോർട്ടെക്സ് ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ അത്യാവശ്യമാണ്. അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ഇതൊക്കെ അഡ്രിനൽ മെഡുല ഉണ്ടാക്കുന്ന ഹോർമോണുകളാണ്. അഡ്രിനാലിൻ ആൻഡ് നോറെഡ്രിനാലിൻ ഇതെപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുക? എമർജൻസി സിറ്റുവേഷനിലാണ് ഈ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. എമർജൻസി സിറ്റുവേഷനിൽ ശരീരത്തെ അതിനനുസരിച്ച് പൊരുത്തപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അഡ്രിനൽ മെഡുല ഉണ്ടാക്കുന്ന ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് അഡ്രിനാലിൻ ആസ് വെൽ എസ് നോറെഡ്രിനാലിൻ. അത് ഫൈറ്റ് ഓർ ഫ്ലീറ്റിന് സഹായിക്കുന്ന ഹോർമോണുകളാണ്. എമർജൻസി ഹോർമോണുകളാണ് എന്ന് പറയും. അത് എന്തൊക്കെയാണ് ചെയ്യുക? നമ്മുടെ അലേർട്ട്നെസ്, ജാഗ്രത വർദ്ധിപ്പിക്കും. പ്യൂപ്പിലറി ഡയലേഷൻ, കണ്ണിൻ്റെ കൃഷ്ണമണി വികസിക്കും. പൈലോ ഇറക്ഷൻ, റൈസിങ് ഓഫ് ദ ഹെയർസ്, ദെൻ സ്വെറ്റിംഗ്, ഹാർട്ട് ബീറ്റ് റേറ്റ് ഇതെല്ലാം കൂട്ടും. They also stimulate the breakdown of glucose and to make the body to fight against such situations. മറ്റൊരു പ്രധാനപ്പെട്ട ഹോർമോണാണ് പാൻക്രിയാസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഹോർമോണുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻക്രിയാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഹോർമോൺസ് ഉണ്ടാക്കുന്ന പ്രത്യേകതരം സെല്ലുകൾ കാണും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ഏകദേശം 1 to 2 മില്യൺ ഐലറ്റ്സും 2% ഓഫ് ദ പാൻക്രിയാസ് ടിഷ്യൂ ഉണ്ടാവും. ഇതിനകത്ത് 2 തരം സെൽസ് ഉണ്ട്, ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ്. ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ് ആർ ദ ഐലറ്റ് സെക്രീറ്റ്സ് peptide hormones such as glucagon and insulin respectively. They maintains glucose homeostasis of the blood. ഇതിൽ ആൽഫ സെൽസ് ഗ്ലൂക്കഗോണും ബീറ്റ സെൽസ് ഇൻസുലിനും പ്രൊഡ്യൂസ് ചെയ്യും.
ഗ്ലൂക്കോഗോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഹൈപ്പർ ഗ്ലൈസീമിക് ഫാക്ടറാണ് ഗ്ലൂക്കോഗോൺ. ഹൈപ്പർ ഗ്ലൈസീമിക് ഫാക്ടർ, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുക. ഇറ്റ് ആക്ടസ് ഹെപ്പറ്റോസൈറ്റ്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജീനോലൈസിസ് റിസൾട്ടിങ് ഇൻ എൻ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ. ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന ഫിനോമിനൻ. സ്റ്റിമുലേറ്റ്സ് ഗ്ലൂക്കോനിയോജെനിസിസ്, ഗ്ലൂക്കോസിനെ മറ്റു പല ന്യൂട്രിയൻസിൽ നിന്നും ഉണ്ടാക്കുക. ഗ്ലൂക്കോനിയോജെനിസിസ് റെഡ്യൂസസ് ദ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്നും വലിച്ചെടുക്കുന്നത് തടയും, അല്ലെങ്കിൽ കുറക്കും. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് ഈ ഫിനോമിനൻ. ദെൻ ഇൻസുലിൻ, ഹൈപ്പോഗ്ലൈസീമിക് ഫാക്ടർ. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഹെപ്പാറ്റോസൈറ്റ്സ് ഓഫ് അഡിപ്പോസൈറ്റ്സ് ഇതിൻ്റെ മുകളിലാണ് ഇത് ആക്ട് ചെയ്യുക. എൻഹാൻസസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക്, ഗ്ലൂക്കോസിനെ സെൽസിലേക്ക് വലിച്ചെടുക്കുന്നത് കൂട്ടും, അതുവഴി ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കുറക്കും. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. ഇറ്റ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്ന് ഗ്ലൈക്കോജൻ ആക്കിയിട്ട് ലിവറിൽ സംഭരിക്കുക. ഇതാണ് ഇൻസുലിൻ്റെ ഫംഗ്ഷൻ. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയോ ഇല്ലാണ്ടാവുകയോ ചെയ്യുന്നതാണ് ഡയബറ്റിസ് മെലിറ്റസ്. നമ്മൾ ഷുഗർ എന്നൊക്കെ പറയുന്ന സംഗതി. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇൻസുലിൻ തെറാപ്പി എന്ന് പറയും. ഗൊണാഡ്സ്, ടെസ്റ്റിസ്, ഓവർ, ഇതാണ് ഗൊണാഡ്സ് എന്ന് പറയുന്നത്. ഗൊണാഡ്സ് ഓഫ് 2 ടൈപ്സ്. ഒന്ന് ടെസ്റ്റിസും ഓവറി. ടെസ്റ്റിസ് മെയിലും ഓവറി ഫീമെയിലും. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ നമുക്ക് പൊതുവേ, ടെസ്റ്റിസ് ഒരു സാക്കിനകത്താണെന്നൊക്കെ അറിയാം, നമ്മൾ പിന്നീട് പഠിക്കും. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ പൊതുവേ നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ എന്ന് പറയും. ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ എന്താ ചെയ്യുക? ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ പ്രധാനമായിട്ടും ആൺകുട്ടികളിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൗമാരത്തിൽ നിന്നും പുരുഷനിലേക്കുള്ള സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഫോംഡ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അത് ടെസ്റ്റിസിനെ കുറിച്ചാണ്. ലേഡിക് സെൽസ് ഇൻ ദ ഇന്റർ ട്യൂബുലാർ സ്പേസ് പ്രൊഡ്യൂസസ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്, മെയിൻലി ടെസ്റ്റോസ്റ്റിറോൺ. ഫങ്ഷൻസ് ഓഫ് ദി ആൻഡ്രോജൻ, അത് എസസറി ഗ്ലാൻഡാണ്. സ്പെർമറ്റോജെനിസിനെ സഹായിക്കുന്നു, സെക്ഷൽ ബിഹേവിയർ ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ആനബോളിസം ഓഫ് പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. ദെൻ ഓവറി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് ഈസ്ട്രജൻ. എന്താ ഉണ്ടാക്കുക? ഫീമെയിൽസ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഉണ്ടാക്കുന്നതാണ് ഈസ്ട്രജൻ, പ്രൊഡ്യൂസ്ഡ് ബൈ ഓവറി. ഈസ്ട്രജൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഓവറിക്കകത്ത് മറ്റൊരു ഗ്ലാൻഡ് കൂടിയുണ്ട്, കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് പ്രൊജസ്റ്റിറോൺ. ഓവറിക്കകത്തുള്ള മറ്റൊരു ഗ്ലാൻഡാണ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. സ്റ്റിറോയിഡ് ഹോർമോണാണ്. അത് പ്രഗ്നൻസിക്കും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഹോർമോൺസാണ്. ഈസ്ട്രജൻ ഇവിടെ കാണാം. അതിൻ്റെ മറ്റ് ഫങ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സെക്കൻഡറി സെക്ഷൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് പ്രൊജസ്ട്രോൺ സപ്പോർട്ട്സ് പ്രഗ്നൻസി. ഇറ്റ് ആക്ട് ഇൻ മെമ്മറി ഗ്ലാൻഡ് ടു സ്റ്റിമുലേറ്റ് ഹോർമോൺസ് ഓഫ് ആൽവിയോളസ് സാക്സ് ടു പ്രൊഡ്യൂസ് മിൽക്ക്. മിൽക്കിൻ്റെ സെക്രീഷനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് ഓവറി. ദെൻ ഹോർമോൺസ് ഓഫ് ദ ഹാർട്ട്, കിഡ്നി ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏട്രിയൽ വാൾസ് ഓഫ് ഹാർട്ടിൻ്റെ വാൾ ഒരു ഹോർമോൺ ഉണ്ടാക്കും, ANF എന്ന് പറയും, ആട്രിയൽ നെട്രി യൂററ്റിക് ഫാക്ടർ. ആട്രിയൽ നെട്രി യൂററ്റിക് ഫാക്ടർ എന്താ ചെയ്യുന്നത്? ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആകാൻ സഹായിക്കുന്ന സാധനമാണ്. ഓക്കെ, ANF പഠിച്ചോളം, അത് ഹാർട്ടിൻ്റെ വാൾ ഉണ്ടാക്കുന്നത്. ദെൻ കിഡ്നിയുടെ അഫറൻ്റ് ആർട്ടിക്കിൾസിനകത്ത് കാണുന്ന JGA അപ്പാരറ്റസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് റെനിൻ. JGA, ജക്സ്റ്റാഗ്ലോമുറുലാർ അപ്പാരറ്റസ് ഓഫ് ദ കിഡ്നി. അത് 2 തരം ഹോർമോൺസ് ഉണ്ട്. ഒന്ന് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാക്കും. എറിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞാൽ അത് RBC ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്. കിഡ്നി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. മറന്നു പോകരുത്, ഇത് RBC ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്. ദെൻ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഹോർമോൺസ് ഓഫ് ദി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. നമ്മുടെ ആമാശയവും ചെറുകുടലും ഒക്കെ ഉൾപ്പെടുന്ന ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പാർട്ട് ഉണ്ടാക്കുന്ന ഹോർമോണുകളും കൂടെ ഉണ്ട്.
ഇറ്റ് പ്രൊഡ്യൂസസ് സം പെപ്റ്റൈഡ് ഹോർമോൺസ്. ഗാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റിമുലേറ്റ് ദി ഗാസ്ട്രിക് ഗ്ലാൻഡ് ടു സെക്രീറ്റ് HCl. നിങ്ങൾ ഡൈജഷനിൽ പഠിച്ചിട്ടുണ്ട്, ഗാസ്ട്രിക് ഗ്ലാൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കും. ഇത് ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. ദാറ്റ് ഹോർമോൺ ഈസ് കോൾഡ് ഗാസ്ട്രിൻ. മറ്റൊരു ഹോർമോണാണ് സെക്രീറ്റിൻ. സെക്രീറ്റിൻ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് ദി എക്സോക്രൈൻ പാൻക്രിയാസ് ടു സെക്രീറ്റ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ്. സെക്രീറ്റ് എന്ന് പറഞ്ഞാൽ പാൻക്രിയാസിനെ അതിൻ്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. മറ്റൊന്നാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. അതിൻ്റെ ചുരുക്കം പഠിച്ചു GIP, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. നേരത്തെ മുകളിൽ പറഞ്ഞ രണ്ട് സ്റ്റിമുലേറ്റിംഗ് ആണെങ്കിൽ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് അത് ഇൻഹിബിറ്ററി ഹോർമോണാണ്. ആമാശയത്തിന് അതിൻ്റെ സെക്രീഷൻസ് ഉൽപ്പാദിപ്പിക്കുന്ന തടയലാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. മറ്റൊന്ന് കോളിസിസ്റ്റോകൈനിൻ, CCK. കോളിസിസ്റ്റോകൈനിൻ സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് ബൈൽ ഫ്രം ഗോൾ ബ്ലാഡർ ആൻഡ് പാൻക്രിയാറ്റിക് എൻസൈം ഫ്രം പാൻക്രിയാസ്. പാൻക്രിയാറ്റിക് എൻസൈം ഫ്രം പാൻക്രിയാസ്. ഓക്കെ. അതുപോലെ ധാരാളം മറ്റ് ഹോർമോണുകൾ കൂടെ പിന്നെ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള ഹോർമോണുകൾ. അതുകൊണ്ടാണ് അതിന് മാത്രം തൽക്കാലം പിന്നെ നോക്കുന്നത്.